നമസ്കാരം. കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളിൽ പ്രധാനപ്പെട്ടതെല്ലാം ബി.ജെ.പി. നിലനിർത്തി. രണ്ടാം മോദി സർക്കാരിലെ സീനിയർ മന്ത്രിമാർക്കെല്ലാം അതത് മന്ത്രാലയങ്ങൾ തന്നെ ലഭിച്ചു. മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. ഘടകകക്ഷികളുമായി ഒത്തുതീർപ്പിലെത്താത്തത് കാരണമാണ് വകുപ്പ് പ്രഖ്യാപനം വൈകിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദ്ര യാദവ്, പീയൂഷ് ഗോയൽ, വീരേന്ദ്രകുമാർ, ഹർദീപ് സിംഗ് പുരി എന്നിവരുടെ വകുപ്പുകളിൽ മാറ്റമില്ല. അശ്വിനി വൈഷ്ണവിന് വാർത്താവിനിമയ മന്ത്രാലയം കൂടി നൽകി. കഴിഞ്ഞ തവണ അപ്രധാനമായ ഭൗമശാസ്ത്ര വകുപ്പിലേക്ക് മാറ്റപ്പെട്ട കിരൺ റിജിജുവാണ് പാർലമെന്ററി കാര്യ മന്ത്രി. ന്യൂനപക്ഷ കാര്യവുമുണ്ട്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡയാണ് പുതിയ ആരോഗ്യമന്ത്രി. സുരേഷ് ഗോപിക്ക് പെട്രോളിയം, ടൂറിസം വകുപ്പുകളിൽ സഹമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോൾ ജോർജ് കുര്യന് ന്യൂനപക്ഷ കാര്യങ്ങളും ഫിഷറീസും ലഭിച്ചു. കേരളത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള വകുപ്പുകളാണ് രണ്ടുപേർക്കും. ഘടകകക്ഷികളിൽ ടി.ഡി.പിക്ക് വ്യോമയാന വകുപ്പ് നൽകി. ജെ.ഡി.എസിനാണ് ഉരുക്ക് ഖനവ്യവസായം, എച്ച്.എ.എമ്മിന് ചെറുകിട ഇടത്തരം വ്യവസായം, ജെ.ഡി.യുവിന് ഫിഷറീസും. പഞ്ചായത്ത് രാജ്, ഗോത്രവർഗ വികസനം എന്നീ വകുപ്പുകളും ബി.ജെ.പി. ഘടകകക്ഷികൾക്ക് നൽകി. ഒരു ഘടകകക്ഷിക്കും അവർ നേരത്തെ ആവശ്യപ്പെട്ട വകുപ്പുകൾ ലഭിച്ചില്ല എന്നാണ് വിവരം. കൃഷി ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ട ജെ.ഡി.യുവിന് സഹമന്ത്രി സ്ഥാനം നൽകി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് വ്യോമയാനം കൈകാര്യം ചെയ്തിരുന്നത്. സിന്ധ്യയ്ക്ക് ടെലികോമും വടക്കു കിഴക്കൻ സംസ്ഥാന വികസനവുമാണ് ഇത്തവണ. ഭക്ഷ്യ പൊതുവിതരണം ആവശ്യപ്പെട്ടിരുന്ന എൽ.ജെ.പിക്ക് ഭക്ഷ്യ സംസ്കരണ വ്യവസായം നൽകി. ഭക്ഷ്യവകുപ്പ് ബി.ജെ.പിയുടെ പ്രഹ്ലാദ് ജോഷിക്കാണ്. അതേസമയം പ്രധാനമന്ത്രി ഭവന നിർമ്മാണ പദ്ധതിയിൽ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനമായി. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഇതുവരെ 4.21 കോടി വീടുകളാണ് നിർമ്മിച്ചത്. മന്ത്രിസഭാ തീരുമാനം സംബന്ധിച്ച് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് പി.എം.ഒ അറിയിച്ചെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ ആ സമയം തീരുമാനമാവാത്തതിനെ തുടർന്നായിരുന്നു ഇത്. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയൽ പി.എം. കിസാൻ സമ്മാന നിധിയുടെ 17ാം ഗഡു നൽകാനുള്ളതാണ്. ഇതിൽ 9.3 കോടി കർഷകർക്കായി 20,000 കോടി രൂപയാണ് നൽകുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാരണം ഒരു മാസം വൈകിയ ഗഡു ഇപ്പോൾ നൽകിയാണ് മോദി വീമ്പിളക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അതേസമയം ഇത്തവണത്തെ പാർലമെന്റിൽ സീറ്റ് ഉറപ്പിച്ചത് സിനിമ, കായിക രംഗങ്ങളിൽ നിന്നുള്ള 11 പേരാണ്. അതിൽ 6 ബി.ജെ.പിക്കും 5 തൃണമൂലിനും സ്വന്തം. സുരേഷ് ഗോപി, കങ്കണ റണൌത്ത്, മനോജ് തിവാരി, ഹേമമാലിനി, രവി കിഷൻ, അരുൺ ഗോവിൽ എന്നിവരാണ് എൻ.ഡി.എ മുന്നണിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. ദീപക് അധികാരി, ഹിരൺ ചാറ്റർജി, രചന ബാനർജി, ജൂൺ മാലിയ, ശതാബ്ദി റോയ് തുടങ്ങിയ ബംഗാളി താരങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായും പാർലമെന്റിലുണ്ടാകും. 2014 ആദ്യ നരേന്ദ്രമോദി മന്ത്രിസഭാ കാലം മുതൽ പ്രധാനമന്ത്രിയുടെ ആരാധിക എന്ന നിലയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന താരമാണ് കങ്കണ. 10 വർഷങ്ങൾക്കിപ്പുറം ഹിമാചലിൽ സ്വന്തം മണ്ഡലമായ മാണ്ഡിയിൽ നിന്നാണ് കങ്കണയ്ക്ക് ആദ്യമായി മത്സരിക്കാൻ അവസരമുണ്ടാകുന്നത്. മുഴുവൻ സീറ്റുകളിലും ബി.ജെ.പി. വലിയ വിജയം നേടിയ സംസ്ഥാനത്ത് കങ്കണയും നേടി ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം. ഇത്തവണ തിരഞ്ഞെടുപ്പ് മത്സരം കടുത്ത ഉത്തർപ്രദേശിൽ ബി.ജെ.പി. നേടിയ 33 സീറ്റുകളിൽ 3 സിനിമാ താരങ്ങളുടേതായിരുന്നു. മധുരയിൽ ഹേമമാലിനിയും മീററ്റിൽ അരുൺ ഗോവലും ഗോരഖ്പൂരിൽ രവി കിഷനും നേടിയ സീറ്റുകൾ നിർണായകമായി. 3 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷമാണ് ഹേമമാലിനി സ്വന്തമാക്കിയത്. ബി.ജെ.പിയുടെ മുൻ എം.പി. ആയിരുന്ന രവി കിഷൻ ഗോരഖ്പൂർ സീറ്റ് നിലനിർത്തിയത് 1,03,526 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും. രാമായണം സീരിയലിൽ രാമനായി വേഷമിട്ട് ജനപ്രിയനായ അരുൺ ഗോവൽ സമാജ്വാദി പാർട്ടിയുടെ സുനിത വർമ്മയ്ക്ക് മുന്നിൽ കാലിടറിയെങ്കിലും അവസാന നിമിഷം 10,585 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ബോളിവുഡിന് പുറമെ ഭോജ്പുരി സിനിമയിൽ നിന്നും മലയാള സിനിമയിൽ നിന്നും ബി.ജെ.പിക്ക് ഇത്തവണ എം.പിമാരുണ്ടായി. മുതിർന്ന പാർട്ടി നേതാവും സൂപ്പർ സ്റ്റാറുമായ മനോജ് തിവാരി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ സീറ്റ് നിലനിർത്തി. കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിനെതിരെ 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് അപ്രതീക്ഷിതമായ 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. എന്നാൽ സ്മൃതി ഇറാനി, കൃഷ്ണകുമാർ തുടങ്ങിയ സ്ഥാനാർത്ഥികൾക്ക് വിജയം കാണാനായില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വലിയ ഭൂരിപക്ഷം നേടുകയും ശേഷം ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത സുമലതയ്ക്ക് സീറ്റ് ലഭിച്ചില്ല.